ഹലോ മച്ചമാരെ, സ്ട്രീം ന്യൂസിലേക്ക് സ്വാഗതം. എമ്പുരാൻ ഇൻഡസ്ട്രി ഹിറ്റ് അടിക്കുമോ? അതാണ് ചോദ്യം. എമ്പുരാൻ ഇൻഡസ്ട്രി ഹിറ്റ് അടിക്കണമെങ്കിൽ എത്ര വേണം കളക്ഷൻ എന്നുള്ളതാണ്. ഇവിടെ മലയാളത്തിൽ ഇൻഡസ്ട്രി ഹിറ്റ് പിറക്കണമെങ്കിൽ 90 കോടി രൂപ വേണം. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തെന്ന കാര്യം പരിഗണിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഒപ്പം കട്ടയ്ക്ക് സപ്പോർട്ട് വേണം നിങ്ങളുടെ. എമ്പുരാൻ കളക്ഷൻ ഇന്നും തീയായി തന്നെ മുന്നോട്ട് പോകുന്നു. ഇതിനോടകം തന്നെ 8 ദിവസം പിന്നിടുന്ന സിനിമ കേരളത്തിൽ നിന്ന് 70 കോടി പിന്നിടുകയാണ്. ഈ ഒരു സിനിമ ചരിത്രമായി മാറുന്നതും അവിടെ തന്നെയാണ്. ഇതുവരെയുള്ള മലയാള സിനിമകൾ പോലെയല്ല ഈ ഒരു സിനിമ വന്നത്. ഹെവി പോസിറ്റീവോ എക്സ്ട്രാ ഓർഡിനറി സിനിമയോ ആയിട്ടൊന്നുമല്ല വന്നത്. ഒരു ആവറേജ് അല്ലെങ്കിൽ ബിലോ ആവറേജ് എന്നുള്ള ലെവലിലേക്ക് വന്ന സിനിമ ഈ ഒരു രീതിയിൽ കയറണമെങ്കിൽ അത് മോഹൻലാലിന് മാത്രമേ കഴിയുകയുള്ളൂ. ആദ്യ 3 ദിവസങ്ങൾ കൊണ്ട് സിനിമ 100 കോടി കയറിയെങ്കിൽ, ആദ്യം 3 അല്ല 48 മണിക്കൂറിനുള്ളിൽ 100 കോടി കയറിയെങ്കിൽ, പിന്നീട് നമുക്ക് കാണാൻ കഴിഞ്ഞു സിനിമ 200 കോടിയും കടന്ന് 236 കോടിയിലാണ് ഈ 8 ദിവസം കൊണ്ട് നിൽക്കുന്നത്. വിദേശ രാജ്യങ്ങളിൽ റെക്കോർഡ് കളക്ഷനോടെ വമ്പൻ കുതിപ്പ് ചെയ്ത ഈ ഒരു സിനിമ ഇന്ന് കേരളത്തിൽ 70 കോടി കടക്കുമ്പോൾ ഇൻഡസ്ട്രി ഹിറ്റ് അടിക്കുമോ എന്നുള്ളൊരു ചോദ്യമാണ്. എങ്ങനെയാണ് നിങ്ങളതിനെ നോക്കിക്കാണുന്നത്? സിനിമയ്ക്ക് ഇനിയും 20 കോടി കൂടി വേണം. ഇന്നത്തെ, അതായത് 8ാം ദിനത്തെ കളക്ഷൻ വന്നിരിക്കുന്നത് 3 കോടിയോളമാണ്. അപ്പോൾ ഇന്ന് വലിയൊരു ഇടിവ് കാണുമ്പോൾ എല്ലാവർക്കും അതൊരു ഭയം തന്നെയാണ്. ട്രാക്കേഴ്സ് മുഖാന്തരം വന്നിരിക്കുന്ന ഇതുവരെയുള്ള 8 ദിനത്തെ കളക്ഷൻ 67 കോടിയോളമാണ്. സിനിമ ഇന്നലെ നേടിയത് 6 കോടിയാണെങ്കിൽ അതിന് മുമ്പത്തെ ദിവസം നേടിയത് 9 കോടിക്ക് മുകളിലും, അതിന് മുമ്പുള്ള 2 ദിവസങ്ങളിൽ 11 കോടിക്ക് മുകളിലും, അതിന് ജസ്റ്റ് മുമ്പുള്ള, അതായത് 2-3 ദിവസങ്ങൾ നേടിയത് ഏറെക്കുറെ 20 കോടിയോളവുമാണ്. ആദ്യ ദിനത്തിൽ 14.5 കോടിയോളം നേടിയ സിനിമ അങ്ങനെ ചരിത്രം സൃഷ്ടിച്ച് ലിയോ പോലെയുള്ള സിനിമയും വെട്ടിച്ച് അങ്ങനെ മുന്നോട്ട് പോവുകയാണ്. നിങ്ങളുടെ അഭിപ്രായത്തിൽ സിനിമ ഇൻഡസ്ട്രി ഹിറ്റ് അടിക്കുമോ എന്നുള്ളതാണ് ചോദ്യം. അത് ചെറിയും ചാൻസ് ഉണ്ട്. 20 കോടി എന്നുള്ളത് ഒരുപക്ഷെ ഈ ശനി ഞായർ കൊണ്ട് സിനിമ ഒരു കേരളത്തിൽ നിന്ന് മാത്രമായിട്ട് ഒരു 15 കോടിയോളം എത്താനുള്ള ചാൻസുകളുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും സിനിമ 20 കോടിയും തൂക്കി ഇൻഡസ്ട്രി ഹിറ്റിലേക്ക് അടിക്കും. 2018 എന്ന ചിത്രമാണ് ഇപ്പോൾ ഇൻഡസ്ട്രി ഹിറ്റ് നേടി നിൽക്കുന്നത്. കാത്തിരിക്കാം, വീണ്ടും ഒരു മോഹൻലാൽ ചിത്രം ഇൻഡസ്ട്രി ഹിറ്റിലേക്ക് വരുന്നത്. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു ബ്രോസ്.